ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും വചനത്തിലേക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിലെ 14-ഉം 15-ഉം തിരുവചനം വായിക്കാം. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കത്തോലിക്ക ദേവാലയങ്ങളിൽ പെസഹ ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന ഒരു ആചാരമാണ് കാലുകഴുകൽ ശുശ്രൂഷ. കാർമികൻ തിരുവസ്ത്രങ്ങൾ മാറ്റിവെച്ച് അരയിൽ ഒരു കച്ച ചുറ്റി 12 പേരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുന്നു. മാർപ്പാപ്പ മുതൽ ഇടവക വികാരി വരെ എല്ലാവരും അനുഷ്ഠിക്കുന്ന ഈ ആചാരം പെസഹ തിരുനാളിന്റെ അർത്ഥവും സന്ദേശം വ്യക്തമാക്കാനായിട്ട് സഹായിക്കും. എന്നാൽ യേശുവിന്റെ കൽപ്പനയനുസരിച്ച് ആണ്ടിൽ ഒരിക്കൽ നടത്തുന്ന ഈ ആചാരത്തിന്റെ ആഴമേറിയ അർത്ഥം ഗ്രഹിക്കാൻ യേശുവിന്റെ തന്നെ മാതൃകയിലേക്ക് നമ്മൾ തിരിയണം. ആസന്നമായിരിക്കുന്ന തന്റെ മരണത്തിന് മുമ്പ് ശിഷ്യന്മാരോടൊത്ത് യേശു ഭക്ഷിക്കുന്ന അവസാനത്തെ അത്താഴമാണിത്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന് വഴിയൊരുക്കിയ പെസഹ കുഞ്ഞാടിന്റെ ബലി അനുസ്മരിക്കുന്ന അത്താഴവേളയിലാണ് യേശു അസാധാരണമായ ഒരു പ്രവൃത്തിയിലൂടെ അവർക്കൊരു പാഠം നൽകുന്നത്. കഴിഞ്ഞ 3 വർഷമായി കൂടെ നടന്ന അവർ യേശു ആരാണെന്നോ എന്തിനാണെന്നോ യേശുവിന്റെ ദൗത്യം സന്ദേശം എന്താണെന്നോ അവർക്ക് ഗ്രഹിക്കാനായിട്ട് സാധിച്ചില്ല. ആസന്നമായിരിക്കും തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ അവർ സിംഹാസനവും അധികാരവുമാണ് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. യേശു അവരിൽ നിന്ന് എടുക്കപ്പെടും, അതും അതിക്രൂരപരാമിതം പീഡിപ്പിക്കപ്പെടും, ശിഷ്യന്മാർ ഭയന്ന് ചിതറിയോടും. ഇനി അവരെ നേരിട്ട് പഠിപ്പിക്കാനായിട്ട് തൻ്റെ ശാരീരിക സാന്നിധ്യം ഉണ്ടായിരിക്കില്ല. ഈ സാഹചര്യത്തിലാണ് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പാഠം സ്വന്തം മാതൃകയിലൂടെ അവർക്ക് നൽകിയത്. യോഹന്നാൻ മാത്രമേ ഈ സംഭവം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് സുവിശേഷത്തിൽ. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ഈ ആമുഖം തന്നെ ഇത് അവരോട് പറഞ്ഞു. ഈ ആമുഖം തന്നെ പ്രവർത്തനത്തിലൂടെ പ്രധാനം എടുത്തു കാണിക്കുന്നു. പിതാവിന്റെ അടുത്തിലേക്ക് പോകുക എന്നതാണ് യേശുവിന്റെ പെസഹ. അതും കുരിശുമരണത്തിലൂടെ ആയിരിക്കും. അതിനു മുമ്പ് നൽകുന്ന നിർണായകമായ ഒരു പാഠമാണ് പാദം കഴുകൽ. വിരുന്നിന് വരുന്നവരുടെ പാദം കഴുകി തുടയ്ക്കുന്നത് വീട്ടിലെ അടിമയുടെ ജോലിയാണ്. ശിഷ്യൻ ഗുരുവിന്റെ പാദവും കഴുകും. എന്നാൽ ഗുരു ശിഷ്യന്റെ പാദം കഴുകുക എന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പത്രോസിന്റെ പ്രതിഷേധത്തിന് യേശു നൽകുന്ന മറുപടിയിൽ ഈ പ്രവൃത്തിയുടെ ഒരു മാനം വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലെ 13-8 പറയുന്നു. പാദം കഴുകൽ ഒരു പ്രതീകമാണ്. യേശു തന്റെ മരണത്തെ മനുഷ്യവർഗത്തിന് മുഴുവൻ പാപം കഴുകി വിശദീകരിക്കുന്ന ബലിയിലേക്ക് കാണുന്നു. നിന്നെ കഴുകുന്നില്ലെങ്കിൽ എന്നത് ഈ ബലിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. വെള്ളം കൊണ്ട് പാദം കഴുകുന്നത് രക്തം കൊണ്ട് ഹൃദയം കഴുകുന്നതിന്റെ പ്രതീകമായി കാണണം. ശിഷ്യത്വത്തെയും അധികാരത്തെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണിത്. സേവനത്തിനുള്ള അവകാശവും കടമയുമാണ് അധികാരം. ആണ്ടിലൊരിക്കൽ ആവർത്തിക്കുന്ന ഒരു ആചാരം മാത്രമായി ഇതിനെ ഒതുക്കരുത്. അധികാര ശ്രേണിയെ തല കുത്തി നിർത്തുന്ന ഒരു മാതൃക. ഏറ്റവും വലിയ അധികാരിയുടെ സ്ഥാനം ഏറ്റവും താഴെ ആയിരിക്കണം എന്നൊരു വ്യക്തമായ താക്കീത്. ഈ മാതൃകയും കൽപ്പനയും അനുസരിക്കാനും അനുകരിക്കാനും കഴിയുന്നവർക്ക് മാത്രമേ യേശുവിൻ്റെ ശിഷ്യരായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ. വിജാതിയിൽ നിന്ന് യേശു ശിഷ്യരെ വ്യത്യസ്തമാക്കുന്നതാണ് ഈ മാതൃക അനുസരിച്ചുള്ള ജീവിതം. എന്നാൽ കാലക്രമത്തിൽ ഈ മാതൃകയുടെ ഒരു അർത്ഥം മറന്ന് ആണ്ടിലൊരിക്കൽ ആവർത്തിക്കുന്ന ഒരു ആഘോഷമായി അത് പരിഗണിക്കപ്പെട്ടില്ലേ അല്ലെങ്കിൽ പരിണമിച്ചില്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. സഭാ നേതൃത്വത്തിൽ പോലും നിലനിൽക്കുന്ന അധികാരവും വടംവലിയും കാണുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും. അപ്പം മുറിച്ച് പങ്കുവെക്കുന്നത് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് ഈ പാദക്ഷാളനം സ്വയം താഴ്ത്തുന്നതിൻ്റെ ശൂന്യവൽക്കരിക്കണത്തിൻ്റെ സ്വയം ശൂന്യനാക്കിക്കൊണ്ട് സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ പങ്കുവെക്കേണ്ട സ്നേഹത്തിൻ്റെ അടയാളമാണിത്. എന്നും നിലനിർത്തേണ്ട ശിഷ്യത്വത്തിൻ്റെ ഭാവമാണിത്. സ്വയം ശൂന്യനാക്കിക്കൊണ്ട് സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ പാദം കഴുകി
ആ ശുശ്രൂഷയിലൂടെ നാഥൻ ശരിയായ അർത്ഥത്തിലേക്ക്, ശരിയായ ഗുരു ആരായിരിക്കണം, അധികാരത്തിലിരിക്കുന്നവൻ ആരായിരിക്കണം എന്നുള്ള ഉത്തമമായ ഒരു മാതൃക, ഉത്തമമായ ഒരു സന്ദേശം ഇതിലൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ പെസഹ ദിനം വരുമ്പോൾ, പാദം കഴുകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട വലിയ സത്യമാണത്. വചനത്തിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തന്നത്, നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഞാൻ നിങ്ങളോട് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. ക്രിസ്തു നൽകി ഈ മാതൃക അനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി നമ്മൾക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. അധികാരം ഒരു സേവനമാണ്. ഈശോയെ, കർത്താവെ, ഞങ്ങളുടെ അധികാരവും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പുമെല്ലാം കർത്താവെ നീ തന്ന ദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നിന്നിലേക്കുള്ള വഴിയിലേക്ക് നടക്കാനുള്ള ഒരു ബാധ്യതയായിട്ട് അല്ലെങ്കിൽ ഒരു അവസരമായിട്ട് ഞാൻ കാണുന്നതിനും, ദൈവമേ, സ്വർഗരാജ്യ പ്രവേശനത്തിലേക്ക് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്താനും ഞങ്ങളെ തന്നെ ശൂന്യവൽക്കരിക്കപ്പെടുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.